നമസ്കാരം. റിപ്പോ റേറ്റ് കുറയ്ക്കാതെ RBI. ധനനയ സമിതിയുടെ യോഗത്തിൽ റിപ്പോ നിരക്ക് നിലവിലെ 5.25% തുടരാൻ തീരുമാനിച്ചു. യൂറോപ്യൻ യൂണിയനുമായും US-ഉമായും ഒപ്പിട്ട വ്യാപാര കരാറുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉതകുമെന്ന നിരീക്ഷണത്തോടെയാണ് MPC റിപ്പോ നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടെന്ന തീരുമാനമെടുത്തത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതൽ റിപ്പോ നിരക്കുകളിൽ 1.25% കുറവ് RBI വരുത്തിയിട്ടുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം ഉയർത്തി RBI. മുൻപ് പ്രവചിച്ചിരുന്ന 7.3% നിന്ന് 7.4%ലേക്കാണ് GDP വളർച്ചാ പ്രവചനം ഉയർത്തിയത്. പണപ്പെരുപ്പം ഉയർന്നേക്കാമെന്നും എന്നാൽ 2 മുതൽ 6% വരെയുള്ള പരിധിയിൽ തുടരുമെന്നും RBI വിലയിരുത്തുന്നു. റിപ്പോ നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടെന്ന RBI തീരുമാനം ഓഹരി വിപണിയെ നിരാശപ്പെടുത്തി. ബാങ്കിംഗ് ഓഹരികളിൽ ഇതേ തുടർന്ന് ഇടിവ് ദൃശ്യമായി. നിഫ്റ്റി PSU ബാങ്ക് സൂചിക 1.7% ഇടിഞ്ഞു. നിഫ്റ്റി റിയൽറ്റി 1.5%, നിഫ്റ്റി ഓട്ടോ സൂചിക 1.1% താഴേക്ക് പോയി. ബിറ്റ്കോയിൻ വില ഒരു വർഷത്തെ താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞു. $64,352 ലോകത്തെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നത്. ഒരു വർഷത്തിനിടെ 34% ഇടിവാണ് ബിറ്റ്കോയിൻ മൂല്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കടുത്ത വിൽപ്പന സമ്മർദ്ദം ബിറ്റ്കോയിനിൽ പ്രകടമാണ്. ആദായ നികുതി നോട്ടീസിനെതിരെ TVK അധ്യക്ഷനും നടനുമായ വിജയ് നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. 2015-2016 സാമ്പത്തിക വർഷത്തെ വരുമാനം മുഴുവൻ വെളിപ്പെടുത്താത്തതിന് 1.5 കോടി രൂപയുടെ പിഴയാണ് ആദായ നികുതി വകുപ്പ് നടനോട് ആവശ്യപ്പെട്ടിരുന്നത്. നോട്ടീസ് നിയമങ്ങൾ പാലിച്ചു തന്നെയാണെന്നും പിഴ അടക്കണമെന്നും ഹർജി തള്ളിക്കൊണ്ട് കോടതി വിജയോട് ആവശ്യപ്പെട്ടു. സ്വർണം, വെള്ളി, ബിറ്റ്കോയിൻ തുടങ്ങിയ ഊഹക്കച്ചവട സ്വഭാവമുള്ള ആസ്തികളെക്കുറിച്ച് നിക്ഷേപകർ ജാഗ്രത പാലിക്കണമെന്ന് പ്രമുഖ നിക്ഷേപകനായ പൊറിഞ്ചു വെളിയത്ത്. ഈ ആസ്തികൾക്ക് അടിസ്ഥാനപരമായ മൂല്യമില്ലെന്നും വിപണിയിലെ വികാരത്തിനനുസരിച്ചാണ് ഇവയുടെ മുന്നേറ്റമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണത്തിലും വെള്ളിയിലും ബിറ്റ്കോയിനിലും നിക്ഷേപിക്കാതെ മാറി നിന്നതിന് തനിക്ക് പശ്ചാത്താപമില്ലെന്നും പൊറിഞ്ചു വെളിയത്ത് പറഞ്ഞു.